എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തനി നാടൻ രീതിയിലാണ് ഈ മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കൂർക്കയൊക്കെ ഇവിടെ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയാൻ ഇതിനു മുമ്പിട്ട വീഡിയോ നോക്കിയാൽ മതി. കൂർക്ക കറി വെക്കാൻ വേണ്ടി മുറിക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് വേണം മുറിച്ചിട്ട് കൊടുക്കാൻ. ഇവിടെ കൂർക്കയൊക്കെ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കൂർക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് സാധാരണ മുളക് പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വേകുന്നതിനാവശ്യമായ വെള്ളം, ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. കൂർക്ക ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ മസാലയൊക്കെ ഈ കൂർക്കയിൽ നന്നായിട്ട് പിടിച്ചു വരും. കൂർക്ക വെന്തോന്നറിയാൻ ഇതുപോലെ ഇളക്കുന്ന സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. കൂർക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിലേക്ക് വേണ്ട കടുക് വറുക്കുക എന്നുള്ളതാണ്. കടുക് വറുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉള്ളി വഴറ്റിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് സവോള, വറ്റൽമുളക്, കറിവേപ്പില ഇവയും ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സമയം വറ്റൽമുളക് ഇതിൻ്റെ അകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞു പോകുന്നതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മെഴുക്കുപുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അടുത്തതായിട്ട് ചെയ്യേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയിലേക്ക് ഈ വഴറ്റിയെടുത്തിരിക്കുന്ന കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂർക്ക മെഴുക്കുപുരട്ടിയാണിത്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. അടുത്ത പ്രാവശ്യം കൂർക്ക ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.